നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മകന്റെ സ്ഥാനത്തുള്ളവനാണ്, പക്ഷേ ശല്യമായി തുടങ്ങി. വെട്ടിമാറ്റാതെ പറ്റില്ലല്ലോ. അപ്പൊ തയ്യാറായിരിക്കാൻ പറയും തന്റെ തൊഴിലാളികളോട്. എന്റെ അടുത്ത ദുബായ് ട്രിപ്പില് ഇപ്പൊ ഞാൻ ചെന്ന് കണ്ടവരൊക്കെ കണിമംഗലം ചന്ദ്രശേഖരനെ കുറിച്ച് സംസാരിക്കും. ചന്ദ്രശേഖരനൊപ്പമുള്ള ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. അച്ഛാ, അത് പണ്ടൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പൊൻവളയിട്ട് കൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് ചന്ദ്രശേഖരൻ തിരിച്ചു തുടങ്ങാം. ഇത് വരുണിന്റെ ജീവൻ എടുക്കാനുള്ളതാണ്. ഏട്ടാ, ഏട്ടനെ വിളിച്ചെന്ന് മുത്തശ്ശി പറഞ്ഞു. വിളിച്ചു. നീ ഏട്ടന് വേണ്ടി പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്റെ ഭഗവാനിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എന്റെ വിധി മാറ്റം വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല മോളെ. എത്രയോ വർഷങ്ങളായിട്ട് ഈ വീടിനകത്ത് ചത്തിരിക്കുന്ന ഒരാളായി ഏട്ടൻ. ചില ജീവികളൊക്കെ ചത്തുപോകുമ്പോ അകത്ത് എന്തെങ്കിലുമൊക്കെ നിറച്ച് പ്രദർശനത്തിന് വെക്കില്ലേ, അതുപോലെ. പക്ഷെ നീ അങ്ങനെയല്ല. നിന്റെ മുമ്പിൽ വലിയൊരു ജീവിതമുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. അതൊക്കെ ഈ ഏട്ടനെ വേണ്ടി തല്ലിക്കെടുത്തണം. മോളിതിന്ന് പിന്മാറണം. ഏട്ടന് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോ ഈ നിരാഹാരത്തിലൊന്നും ഒരർത്ഥമില്ല. ശരി, ഏട്ടനെ കുഞ്ഞനിയത്തിയായിട്ടല്ലേ കാണുന്നേ? കുഞ്ഞിപ്പെങ്ങളായിട്ട്. നാളെ ഒരു പ്രശ്നം വരുമ്പോ ഏട്ടന്റെ ജീവിതം വേണ്ടെന്ന് വെച്ചും ഏട്ടനെ രക്ഷിക്കാൻ തയ്യാറാവില്ലേ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? നിനക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞ ഏട്ടൻ ഇടപെടില്ലേ? ഏട്ടന്റെ ജീവൻ പോലും നോക്കില്ല. അപ്പോ ഏട്ടന്റെ അനിയത്തിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ലേ? ഞാനിങ്ങനെ നിരാഹാര വ്രതം എടുക്കുന്നതില് ഏട്ടൻ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മനസ്സിനൊരു ഉറപ്പുണ്ട്. അത് ഏട്ടനെ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെയാ. എന്റെ കൃഷ്ണൻ അത് സാധിച്ചു തരും. ഞാനെന്റെ ഭഗവാനല്ലേ വിശ്വസിക്കുന്നേ, അവിടെയല്ലേ ഞാൻ അർപ്പിക്കുന്നത്. പിന്നെന്താ ഏട്ടാ? നിന്റെ ഭക്തിയിലേട്ടന് സംശയമൊന്നുമില്ല. പക്ഷെ നീ പട്ടിണി കിടന്ന് അതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ജീവച്ചവായിട്ട് പോലും ഞാനിവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ പ്രാർത്ഥനയ്ക്കും ഏട്ടന്റെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹം വേണ്ടത്. ഏട്ടാ, ഇക്കാര്യത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ജയിക്കും. നമ്മൾ ജയിക്കും ഏട്ടാ. എന്റെ ഭഗവാൻ നമ്മളെ ജയിപ്പിച്ചിരിക്കും. മോളെ, സ്വന്തമായിട്ടൊന്നും നേടാതെ, ആർക്കും ഒന്നും നേടിക്കൊടുക്കാതെ വെറുതെ അങ്ങ് ജീവിച്ചു പോവാ ഞാൻ. എന്റെ കഥകളൊക്കെ ഏട്ടന് അറിയാവുന്നല്ലേ? ഒരാൾക്കെങ്കിലും ഞാനൊരു ഉപകാരമായിക്കോട്ടെ. ഏട്ടൻ പ്രാർത്ഥനയോടുകൂടി സമാധാനായിട്ടിരിക്കും.
എന്താ നരേന്ദ്ര, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നരേന്ദ്ര ഒരു കാര്യം ഏറ്റെടുത്തിട്ട് അതിൽ വീഴ്ച വരുത്തുമോ സാർ? ഇവരാണ് നമ്മുടെ ടീം. ഇതുവരെ ഒരിടത്തും ഇവർക്ക് പിഴച്ചിട്ടില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഇതുവരെ ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല. മിന്നൽ പോലെ പാഞ്ഞു വരുന്ന കുറുവാസങ്ങൾ. അതെ, അല്ലറ ചില്ലറ മോഷണമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇവിടെ കറങ്ങി നടക്കുമായിരുന്നു. ഒരവസരത്തിൽ ഞാനുമായിട്ടൊന്ന് കണ്ടുമുട്ടി. കുത്തി തുറക്കാനും തലക്കടിക്കാനും കൈ കിട്ടിയതെടുത്ത് പാഞ്ഞു പോകാനും മാത്രമേ അവന്മാർക്കറിയൂ. ഞാനതൊന്ന് പരിഷ്കരിച്ചു. നിധിയുള്ള വീടുകൾ തേടി പിടിച്ചു കൊടുത്തു. നിലവറകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇരുളിന്റെ മറവിലൊരു ഉഗ്രൻ ബിസിനസ്. സമ്മതിച്ചു നിന്നെ. ഇതാണോ യഥാർത്ഥ ബിസിനസ്? ഏതവസ്ഥയിൽ നിന്നും പണം കണ്ടെത്താനുള്ള ഈ മെടുക്കൽ. ഇന്ന് രാത്രി കണിമംഗലത്തെ നിലവറയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല. കണിമംഗലത്ത് നടക്കേണ്ടത് ഒരു കൊലപാതകമാണ്. സാറ് ലക്ഷണം മാത്രം പറഞ്ഞാൽ മതി. ഇതാണ് ലക്ഷണം. ഇത് അണിഞ്ഞിരിക്കുന്ന ആളാണ് കൊല്ലപ്പെടേണ്ടത്. കൃത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് പോകാം. ബാക്കി ഞാൻ നോക്കിക്കോളാം. കുറുവാ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ഇക്കാലത്ത് പിടിച്ചു നിൽക്കാവുന്ന ഒരു കള്ളമാണ്. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച പണം ഞാൻ തരാം. ഒരു ബോണസായിട്ട് അവനെ കൊന്നു കഴിയുമ്പോൾ ഇതുകൂടി നിങ്ങൾക്കെടുക്കാം. എന്റെ സമ്മാനം. ഓക്കെ സാർ. പറഞ്ഞുറപ്പിക്കുന്ന സമയത്ത് കൃത്യമായി പിള്ളേരകത്ത് കയറിയിരിക്കും. ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. പിഴയ്ക്കരുത്. ഇതെന്റെ തൊഴിലല്ലേ സാറേ, പിഴയ്ക്കാൻ പറ്റില്ലല്ലോ. ചത്ത് കിടക്കുന്നവനെ കണ്ട് ബോധ്യപ്പെടുമ്പോൾ സാറ് നരേന്ദ്രനെ സമ്മതിച്ചെന്നാണ്. മകന്റെ സ്ഥാനത്തുള്ളവനാണ്. പക്ഷേ ശല്യമായി തുടങ്ങി. വെട്ടിമാറ്റാതെ പറ്റില്ലല്ലോ. അപ്പൊ തയ്യാറായിരിക്കാൻ പറയും തന്റെ തൊഴിലാളികളോട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.